ഹലോ. അതെ, പോലീസില്ല. മനസ്സിലായി. അതെ, ഇടിക്കണ്ട, ഞാൻ വന്നിട്ട് ഇടിച്ചോളാം. ഫോൺ വല്ലതും കഴിച്ചായിരുന്നോ? ഇടിക്കുമോ എന്തോ. അതെ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച്. ഇല്ല, ഞാൻ പുറത്തിറങ്ങാറില്ല. തലയ്ക്ക് സൂര്യാന്ന് തോന്നുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? അല്ല, എനിക്ക് സുഖം തന്നെയല്ലേ? നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വാങ്ങണം. ഞാൻ മിണ്ടൂല്ല. ഹലോ, 15 ദം ബിരിയാണിയോ? ആരെടാ അത്? അയ്യോ സോറി മാഡം. എക്സ്ക്യൂസ് മീ. കം കം കം. എല്ലാരും ആയല്ലോ? മിസ്റ്റർ ഷമി, shall we begin? എല്ലാവരും സെറ്റിൽ, റൈറ്റ്? Shall we start? ഇവിടെ ഏറ്റവും നല്ല സ്കൂൾ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? സെന്റ് ആന്റണീസ് മാഡം. വിദ്യാ ഗുരുകുൽ. ബ്ലോസംസ്. ആഹാ. ഏറ്റവും നല്ല ടീച്ചറോ? മാം, ബ്ലോസംസിലെ ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി. അല്ലൂരിലെ മുഹമ്മദ് സർ. അല്ല, ഏറ്റവും നല്ല സ്കൂൾ ഇതൊന്നുമല്ല, നമ്മുടെ വീടുകൾ തന്നെയാ. ഏറ്റവും നല്ല ടീച്ചേഴ്സ് പാരൻസും. അച്ഛനമ്മമാരെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ എല്ലാം പഠിക്കുന്നത്. അവരൊരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റും ഈ കാണുന്നതും കേൾക്കുന്നതും അവരതുപോലെ ഒപ്പിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവിരലിലെ നഖം കടിച്ചോണ്ടിരിക്കുക, കാലാട്ടുക, ചൂയിങ്ങൻ ചവയ്ക്കുക, പിന്നെ ഈ ഒച്ചത്തിൽ ഫോണിൽ സംസാരിക്കുക. ഓൾ ദീസ് ക്രിയേറ്റ് എ വെരി ബാഡ് ഇംപ്രഷൻ അബൌട്ട് യു. ഇതിനെയാണ് നമ്മൾ ബാഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ആയാലും ലൈഫിലായാലും നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഓൾവേസ് റിമെമ്പർ, the first impression is the last impression. Agreed? അങ്ങനെ ഒരു മരുന്നില്ല. കൊടുക്കരുത്, കുഴപ്പമാണ്. കൊടുക്കരുത്. എന്നാ കൊടു, ഞാൻ വിളിക്കാം. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്നെ ഓർക്കാറുണ്ടോ? മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ വാടാറില്ല ഓമനെന്ന് ഞാൻ ഓട്ടോഗ്രാഫ് എഴുതിയത് ഞാൻ മറന്നില്ല. ഹലോ, ഞാൻ ഡൈനിങ് ഹോളിൻ്റെ അവിടെയാ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പോരെ. ഭാര്യയാണോ? അത് പറയാം, പക്ഷേ വിധിയുടെ വിളയാട്ടെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഓഹോ, ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പം ചെന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ അവസാനം കണ്ട എപ്പോഴാ? ഇപ്പോ? അതല്ല, ഇതിനു മുന്നേ. അത് കല്യാണ തലേന്ന്. അച്ഛാ, എന്താടാ? സ്പൈൻ അപ്രൈറ്റ്. ദിവ്യ ടീച്ചർ പറഞ്ഞിട്ടില്ല എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടിരിക്കണമെന്ന്. ആ, അപ്പൊ വീട്ടിലും തുടങ്ങിയോ കോച്ചിങ്? എനിക്കറിയില്ല. നീ എന്താ കാണിച്ചേ? അച്ഛാ, മാറി. Legs are down and spine up, right? That's how we are. Shine. That's how we will learn things right. Learn good manners, have no fears. That's how we are shining stars. ഇന്ന് ആദ്യത്തെ ചാൻസ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. മിസ്റ്റർ മോഹന്റെ വീട്ടിൽ ഓൾറെഡി ഒരു മിടുക്കനുണ്ടല്ലേ? ഇനി ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നു വിചാരിക്കാം. മിസ്റ്റർ മോഹൻ, ജസ്റ്റ് ഇമാജിൻ. ഇമാജിൻ ചെയ്യാം. ഈ കാര്യം അഭിയോട് എങ്ങനെ അവതരിപ്പിക്കും? അത് മാഡം, അടുത്ത കുട്ടിയെ പറ്റി ഇപ്പോഴത്തെ കുട്ടിയോട് പറയണം. ഇല്ല, ഞാൻ പറയില്ല. ആരോടും പറയും, അമ്മയാണ് പറയും. ഞാൻ പറയും മാഡം. അബിയോട് കൂടെ കളിക്കാനും പടം വരച്ചു കൊടുക്കാനും തൊട്ടിൽ കിടത്തി ഉറക്കാനും പിന്നെ അബിയെ ചേട്ടാന്ന് വിളിക്കാനും ഒക്കെ ഒരു ബേബി വേണ്ടേന്ന് ചോദിക്കാം. വെരി ഗുഡ്. താങ്ക് യു മാഡം. കുട്ടികൾ ശരിക്കും മുതിർന്നവരെക്കാൾ കെയറിംഗ് ആണ്. ഈ ബേബി ഡോൾസിനെയൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞ പല കാര്യങ്ങളിലും മുതിർന്നവരെക്കാൾ കുട്ടികളാണ് മോർ റെസ്പോൺസിബിൾ. സ്റ്റാർട്ട് ദ മ്യൂസിക്.
മിസ്റ്റർ അരവിന്ദ്, why do you want admission for your child in this school? യെസ്. മനുവിനെ ഈ സ്കൂളിൽ ചേർക്കേണ്ട കാര്യം എന്താണ്? അത് എനിക്കറിയില്ല മാം. Come on, മനസ്സിൽ തോന്നുന്നത് എന്തായാലും പറയൂ. അല്ല, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. മലയാളത്തിൽ പറഞ്ഞോളൂ. അല്ല, മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മോനെ അഡ്മിഷൻ കിട്ടില്ല. ഏയ്, അത് ശരിയല്ല. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചു എന്ന് വെച്ച് ഒരു സ്കൂളും നിങ്ങൾ അവഗണിക്കണമെന്നില്ല. അത് ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാ. ABCD കാണുന്ന തന്നെ 5ാം ക്ലാസ്സിലാ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം ആവശ്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ വേറൊന്നും അറിയില്ല. ഏയ്, സി അരവിന്ദ്, മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ആവശ്യമാണ്. ഉയർന്ന പഠിപ്പിനും പല ജോലികൾക്കും ഈ പുറം ലോകത്തോട് സംവദിക്കാനൊക്കെ ഇംഗ്ലീഷ് നമുക്ക് കൂടിയേ തീരൂ. മാതൃഭാഷയിൽ സംവദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുന്നു. മറ്റു ഭാഷയാവുമ്പോൾ തലച്ചോറിലും. That's all. താനൊരു സംഭവമാണോ? അന്ന് ഷൈനിങ് സ്റ്റാറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പിടിയുണ്ടായിരുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. ചില കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോണേയില്ല. അവർ പറഞ്ഞു കേട്ടില്ലേ, നമുക്കൊരു കുട്ടി വേണമെങ്കിൽ എന്തൊരു ഈസി അല്ലേ. നമ്മളവിടെ പോയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു കുട്ടിയും കൂടെ വേണമെന്ന തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയുമായിരുന്നോ മോളെ? നമ്മളെപ്പോ തീരുമാനിച്ചു? അത് വളരെ എളുപ്പല്ലേ. നമ്മൾ മോനെ വിളിക്കുന്നു, എടാ നിനക്ക് കൂടെ കളിക്കാൻ, തൊട്ടിലിൽ കിടത്തി ലാളിക്കാനും പടം വരച്ച് കാണിക്കാനും പിന്നെ ചേട്ടാന്ന് വിളിക്കാനും ഒരു ബേബിയെ തട്ടെന്ന് ചോദിച്ചാൽ പോരെ? അത് മാത്രം മതിയോ? പിന്നെ തന്റെ പൂർണ്ണ പങ്കാളിത്തവും. ആദ്യത്തെ മോന്റെ അഡ്മിഷൻ ശരിയാക്കാൻ നോക്ക്, പിന്നെ പുതിയ ഷൈനിങ് സ്റ്റാർ വന്നിരിക്കാം മുരിങ്ങ കൈ കൊണ്ട്. അടുത്ത കാലത്തൊന്നും നടക്കില്ല. നോ പ്രോബ്ലം. മുരിങ്ങയ്ക്കാം, വെറുതെ അല്ല ഒരു പട്ടിക്ക് വേണ്ടാത്ത. പ്രിയ, ഒന്ന് വെയിറ്റ് ചെയ്യില്ല. ഇതിപ്പോൾ എന്താ സ്ഥലത്ത് എവിടെയാ നോക്കുക? ആരും കാണില്ലല്ലോ. ആ, ഇവിടെ ആരെ കല്യാണം ഉണ്ടല്ലോ. അനിയാ, അല്ല ഏട്ടാ, ഇവിടെ എൻ്റെ മുതലാളി പഠിക്കുന്ന സ്ഥലം ഏതാ? What മുതലാളി? പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പഠിക്കുന്ന സ്ഥലം. Okay, go straight, take a left, you'll find a hall there. അല്ല, വേറെ വഴിയില്ലേ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. അവിടെ ഒരു ഹാള് കാണും. അതല്ല എളുപ്പം. ഹെഡ് മാസ്റ്റർ ആയിരിക്കും. അസ്സലാമു അലൈക്കും. മുതലാളി പുറത്താക്കിയില്ലേ ക്ലാസ്സിൽ നിന്ന്? പഠിക്കാൻ. ഓ, ഡിസ്റ്റർബൻസ് ആയ എൻ്റെ ഇടയിൽ? ഇല്ല, എന്താ വന്നത്? ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ചെക്ക് ഒപ്പിടിക്കാൻ. ആദ്യം ഇത് മര്യാദ. ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് മുഴുവൻ പഠിക്കാനുള്ളത്. മൊത്തം പെടക്കോഴിയാണല്ലോ മുതലാളി. പൂവൻ കോഴികളുണ്ടാ? അത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടോ? ആ, അത് ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഒരാത്തിന് ചൈൽഡ് ലേബറും. അല്ലോ കഴിഞ്ഞില്ലേ? ഇത് എന്റെ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റ്. ആദ്യം ഇത് മര്യാദയ്ക്ക് പറയും. ഇവർക്ക് മനസ്സിലായല്ലോ. വരുന്നില്ലേ? മുതലാളി ആരാ? എന്റെ കളിക്കൂട്ടുകാരി, ക്ലാസ്മേറ്റ്സ്. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് അപ്പോൾ അവസരങ്ങൾ മുഴുവൻ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ട് വേണം ഇവിടെ ചേരാൻ. ഏയ്, ആ പോയ ബ്രൗൺ സാരി ഇങ്ങനെ അല്ല, അരവിന്ദിന്റെ സ്റ്റാഫാണല്ലേ? എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. ആണോ? പുള്ളിക്കാരെങ്ങനെ? മുതലാളിയോ? ജില്ലയല്ലേ? ആ, പച്ചയും കുഴപ്പമില്ല, നീലും കുഴപ്പമില്ല.